ഹലോ ഫ്രണ്ട്സ്, അപ്പം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിപ്പോൾ ഉള്ളത് ഔറംഗാബാദിലാണ്. ഔറംഗാബാദിൽ 20ൻ്റെ നോട്ട് എൻ്റെ കയ്യിലുണ്ട്. 20ൻ്റെ നോട്ടിലെ ഈ എലോറ കേവിലാണ് നമ്മൾ ഇന്ന് എക്സ്പ്ലോർ ചെയ്യാൻ പോകുന്നത്. നമുക്ക് നോക്കാം. ഔറംഗാബാദ് റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ഓട്ടോയ്ക്ക് ഏകദേശം പെർ പേഴ്സൺ 20 റുപ്പീസ് കൊടുക്കുവാണെങ്കിൽ നമുക്ക് ബസ് സ്റ്റാൻഡിൽ ഇവർ ഡ്രോപ്പ് ചെയ്ത് തരുന്നതാണ്. അവിടുന്ന് ബസ് കിട്ടും. നമ്മുടെ ഓട്ടോ ഡ്രൈവർ പറയുന്നത് നമ്മളെ ഫുള്ള് കൊണ്ട് കറക്കാം, ഔറംഗാബാദ് ഫുള്ള് കൊണ്ട് കറക്കാം, പെർ പേഴ്സൺ 500 കൊടുത്താൽ മതിയെന്ന്. പക്ഷെ നമ്മൾ ഓൾറെഡി ശകലം ലേറ്റ് ആയതുകൊണ്ട് നമ്മൾ അതെടുക്കാമെന്ന് വിചാരിച്ചു. അപ്പം ഫസ്റ്റ് 12 ജ്യോതിർലിംഗം ഉണ്ട്, അങ്ങോട്ടേക്ക് പോകാമെന്ന് കരുതി. चलना है, फिर अजंता एलोरा साइड सीन चलना है. अभी इधर से गैस भर के निकल जाएंगे. We are going to Ellora Cave. First So Jyotirling. Jyotirling first. Second Ellora. Third Bhadra Maruti. Fourth जो है आपको दौलताबाद फोर्ट. टाइमिंग आपको एडजस्ट करना होगा. फर्स्ट ज्योतिर्लिंग है ना? फर्स्ट वाला ज्योतिर्लिंग. फर्स्ट ज्योतिर्लिंग. ज्योतिर्लिंग का नाम भुवनेश्वर. कृष्णेश्वर. 12वां ज्योतिर्लिंग. ओके, इसका बाद अरोरा केव और ताजमहल, मिनी ताजमहल, और एक क्या है? भद्रा मारुति टेम्पल. ओके, भद्रा मारुति टेम्पल. ओके, നമ്മുടെ ഔറംഗാബാദിലെ ഫസ്റ്റ് സ്പോട്ടായ ഗിരീശ്വേശ്വർ മന്ദിർ, അതായത് 12 ജ്യോതിർലിംഗത്തിലെ ഒരു മന്ദിറിലാണ് നമ്മൾ എത്തിയിരിക്കുന്നത്. ഇതാണ് നമ്മുടെ ഫസ്റ്റ് സ്പോട്ട്. ബാക്കി വീഡിയോയിൽ കാണാം. കയറി വരുമ്പം തന്നെ ഒരു അമ്പലം കാണാം. ഓപ്പോസിറ്റ് ഉള്ള അമ്പലമാണ് നമ്മുടെ ഗിരീശ്വേശ്വർ മന്ദിർ. അവിടെ ഫോൺ അലൗഡ് അല്ല എന്നാണ് കേട്ടത്. നമുക്ക് നോക്കാം എന്തായാലും. ഇതാണ് അമ്പലം, പക്ഷേ ഫോൺ അലൗഡ് അല്ല, അതുകൊണ്ട് ഒന്നും ചെയ്യാൻ പറ്റിയില്ല. ഇവിടെ കുറേ സാധനങ്ങൾ, രുദ്രാക്ഷവും ഒക്കെ ഉണ്ട്. പണ്ടത്തെ കോയിൻസാ. ഒരു പള്ളിയാണ് പണ്ടത്തെ, തൊട്ടമ്പലത്തിൻ്റെ സൈഡിൽ തന്നെ. നമ്മളങ്ങനെ എലോറ കേവിൻ്റെ എൻട്രൻസ് എത്തിയിരിക്കുകയാണ്. എലോറ കയറാൻ എൻട്രി ടിക്കറ്റ് ഉണ്ട്. ക്യൂ നിന്നിട്ടാണെങ്കിൽ 80 രൂപ, അല്ലെങ്കിൽ ഓൺലൈൻ സ്കാൻ ചെയ്തിട്ട് നമുക്ക് ടിക്കറ്റ് എടുക്കാം. അത് 70 രൂപയുള്ളൂ 2 പേർക്ക്. പണ്ട് ഔറംഗാബാദിലുള്ള രാജാവ് ഈ കേവ് നശിപ്പിക്കാൻ നോക്കി. 1000 പേരോളം വെച്ചിട്ട് ഈ കേവ് മൊത്തത്തിൽ നശിപ്പിക്കാൻ നോക്കി. പക്ഷേ അത് നടന്നില്ല. ഇപ്പോഴും നിങ്ങൾക്ക് കാണാൻ പറ്റും പല സാധനങ്ങളും, അതായത് കൊത്തുപണി ചെയ്ത് വച്ചിരിക്കുന്ന ഓരോ സാധനങ്ങളും
നശിപ്പിച്ചിട്ടുണ്ട്. അത് നിങ്ങൾക്ക് ചില ഇതൊക്കെ ശ്രദ്ധിച്ച് നോക്കിയാൽ മനസ്സിലാകുന്നതാണ്. ഫൈനലി നമ്മൾ എത്തിയിരിക്കുകയാണ്. ഇരുപതിൻ്റെ നോട്ടിലെ ആ സ്ഥലം. എല്ലോറ കേവിൻ്റെ വേറൊരു പേര് കൈലാഷ് നാഥ് മന്ദിർ എന്നാണ്. ഇതിൻ്റെ അകത്തെ വിഗ്രഹം അതായത് ശിവലിംഗമാണ്. 1000 വർഷത്തിന് മേൽ പഴക്കമുള്ള അമ്പലമാണിത്. 36ഓളം കേവ്സ് ഉണ്ട് ഇതിന് ചുറ്റും. ഒറ്റ വലിയൊരു മലയാണ് ഇവർ ഫുള്ള് പൊളിച്ചിട്ട് ചെയ്തിരിക്കുന്നത്. ഒറ്റ കല്ലിൽ ചെയ്തിരിക്കുന്ന കേവാണിത്. ഒരു ഗുഹ കണ്ടിരിക്കുകയാണ്. ഇത്രേ ഉള്ളൂ. इधर कुछ नहीं है, कुछ भी नहीं है. കുറേ ആൾക്കാർ പറയുന്നത് ഇത് ഏലിയൻസ് പണിതതാണെന്നൊക്കെ പറയുന്നുണ്ട്. സത്യം പറഞ്ഞാൽ ഇതൊരു മഹാസംഭവം തന്നെയാണ്. ഒരു തവണ വന്ന് എക്സ്പീരിയൻസ് ചെയ്യേണ്ട സ്ഥലമാണെന്നേ ഞാൻ പറയുള്ളൂ. അതിനുള്ളതുണ്ട്. പിന്നെ മാക്സിമം സാറ്റർഡേ സൺഡേ വരാതിരിക്കുക, വീക്കെൻഡ്സ് വരാതിരിക്കുക. വീക്കെൻഡിലാണ് നമ്മളെത്തിയത്, അതുകൊണ്ട് നല്ല ക്രൗഡാണ്. ഇതാണ് ഇവിടുത്തെ പ്രതിഷ്ഠ, ശിവൻ്റെ വിഗ്രഹം, ശിവലിംഗം. മെഷീനൊന്നുമില്ലാത്ത കാലമായതുകൊണ്ട് ഈ കേവ് ഫുള്ള് പണിതിരിക്കുന്നത് ഉളിയും ചുറ്റികയും വെച്ചാണെന്നാണ് പറയപ്പെടുന്നത്. പിന്നെ ഇതിൻ്റെ വേറൊരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇതിൽ മിച്ചം വന്നിരിക്കുന്ന കല്ലുകൾ, ആ കല്ലുകൾ എവിടെയാണെന്ന് ഇതുവരെ കണ്ടുപിടിക്കാൻ പറ്റിയിട്ടില്ല. അത് ആർക്കും അറിയാത്തൊരു നിഗൂഢമായ ഒരു സംഭവമായിട്ടാണ് എല്ലാവരും പറയുന്നത്. ഇങ്ങോട്ടിപ്പോൾ അലൗഡ് അല്ല. ഇത് ഏറ്റവും ടോപ്പിൽ നിന്നുള്ള വ്യൂ ആണ്. അമ്പലത്തിൻ്റെ ഫുൾ വ്യൂ കിട്ടും. പിന്നെ നമ്മൾ ഫോട്ടോഗ്രാഫേഴ്സാണ്, വ്ളോഗേഴ്സാണെന്നൊക്കെ പറഞ്ഞ് ഇങ്ങോട്ട് കയറി വന്നതാണ്. ഇത് ഫുള്ള് ഒറ്റ റോക്കിലാണ്
പണിതേക്കുന്നതെന്ന് വിചാരിച്ചാൽ സമ്മതിക്കണം. ടോപ്പിലെത്തിയിരിക്കുകയാണ്. ടോപ്പിലെ വ്യൂ ആണ്, ഫുൾ വ്യൂ ആണ്. ഇതങ്ങനെ അധികം ആർക്കും കയറി പോകാൻ പറ്റാത്ത പ്ലേസാണ്. ആരെങ്കിലും കണ്ടാലൊക്കെ സീനാവും സെക്യൂരിറ്റീസ്. നമ്മൾ അലോറ കേവിൻ്റെ ഏറ്റവും മുകളിലത്തെ സ്പോട്ടിൽ വന്നിരിക്കുകയാണ്. ഇത് ഫുള്ള് ഒറ്റ പാറയിലാണ് ചെയ്തേക്കുന്നതെന്ന് പറഞ്ഞാൽ വിശ്വസിക്കാൻ ഇച്ചിരി പാടാണ്. ഇതിൻ്റെ അകത്തും എല്ലാം വർക്കുണ്ട്. കൈലാസ് എന്നാണ് ഇതിൻ്റെ വേറൊരു പേര്, കൈലാസ് മന്ദിർ. എല്ലാ ശിവൻ്റെ അമ്പലം പോലെ അകത്തൊരു ശിവലിംഗമൊക്കെ ഉണ്ട്. നമ്മുടെ നെക്സ്റ്റ് ഡെസ്റ്റിനേഷൻ ഔറംഗാബാദ് ഫോർട്ടാണ്. നമുക്ക് അങ്ങോട്ട് പോവാം. 2 paisa, 1 paisa. തേർഡ് സ്പോട്ടായ ദൗലൂദാബാദ് ഫോർട്ടിലെത്തിയിരിക്കുകയാണ്. ലൊക്കേഷൻ ഫോർട്ടിലേക്ക് കയറാൻ ടിക്കറ്റ് ഉണ്ട്. 20 രൂപ ടിക്കറ്റാണ് ടിക്കറ്റ് പ്രൈസ്. സൺസെറ്റ് ടൈമിൽ ഫോർട്ട് ക്ലോസിംഗ് എന്നാണ് എഴുതി വെച്ചിരിക്കുന്നത്. അവിടെ എല്ലാവരും തിരിച്ചിറങ്ങുവാണ്. നമ്മൾ ഇച്ചിരി ലേറ്റായി പോയി. വെൽ നോക്കാം അതെന്താണ്. ഭാരത് മാതാ ടെമ്പിൾ. ഇങ്ങനെ കുറേ പ്ലേസസ് ഉണ്ട് ഇതിൻ്റെ അകത്ത് തന്നെ. ഏകദേശം 1.9 കിലോമീറ്റർ സംതിങ് വരുന്നുണ്ട് ഇത് ഫുള്ള് ചുറ്റി കാണാൻ. चांद मीनार
കാനോൺ ഗാലറി അതെന്താണ്? ഷിനി മഹാൽ. മെന്താ ടോപ്പ്. ഇതിൻ്റെയൊക്കെ ഡീറ്റെയിൽസ് അറിയണമെങ്കിൽ നിങ്ങൾക്ക് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് വായിച്ചു നോക്കാം കേട്ടോ. ഡാർക്ക് പാസേജ്. പണിപാളി. ഫോർട്ട് ക്ലോസ് ആക്കി. അപ്പം നമ്മുടെ ലാസ്റ്റ് പോയിൻ്റായ മിനി താജ്മഹൽ, അതായത് ബീബി കാ മക്ബാറ, ഔറംഗാബാദിൻ്റെ ബീവിയുടെ താജ്മഹൽ, അതാണ് സംഭവം. ഇത് 8 മണി വരെ ഓപ്പൺ ആണ്. നമുക്ക് ഫോർട്ട് 6 മണിക്ക് ക്ലോസ് ആയതുകൊണ്ട് 5:40 ആയപ്പം ഇറങ്ങേണ്ടി വന്നു. ഏറ്റവും മുകളിലേക്ക് പോകാൻ പറ്റിയില്ല. ഏകദേശം ഒരു 90% പോകാൻ പറ്റുള്ളൂ. ലാസ്റ്റ് നമുക്ക് പോകാൻ പറ്റില്ല. ഇനി താജ്മഹലിൻ്റെ ടിക്കറ്റാണ്. എത്ര? രണ്ടും കൂടെ 50 രൂപയായി. 25 രൂപ ടിക്കറ്റ്. അങ്ങനെ നമ്മൾ മിനി താജ്മഹലിൻ്റെ എൻട്രൻസിലേക്ക് എത്തിയിരിക്കുകയാണ്. ചെക്കിങ് കഴിഞ്ഞു. നമ്മൾ നേരെ ഇതാണ് മിനി താജ്മഹൽ. നമ്മൾ 7 മണിക്ക് എത്തിയത് കൊണ്ട് നല്ല കളറ് കിട്ടിയിട്ടുണ്ട്. പക്ഷെ ചെറിയ മഴയുണ്ട്. ഫുള്ള് കളേഴ്സ്, സൺസെറ്റ്, മഴ ഒക്കെ ആയിട്ട് ബാക്കിൽ നമ്മുടെ മിനി താജ്മഹൽ. അപ്പം നമ്മുടെ ഇന്നത്തെ വ്ലോഗ് ഇവിടെ തീരുകയാണ്. അടുത്ത മഹാരാഷ്ട്ര എപ്പിസോഡ് അജന്ത കേവ് ഉടനെ ഉണ്ടാവും.